എൻ്റെ പേര് നന്ദന GP. എനിക്ക് ഈ വർഷത്തെ UPSC എക്സാമിൽ 47ാം റാങ്കാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ മാരവാനീസ് കോളേജിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ 2019 to 2022 ആയിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് UPSC എക്സാം എന്താണെന്ന് അറിയാനും ഇതിന് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെ പഠിക്കണമെന്നോ എവിടുന്ന് പഠിക്കണമെന്നോ എന്നൊന്നും വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഫോർച്യൂണിൻ്റെ ഓൺലൈൻ ഫൗണ്ടേഷൻ ബാച്ചിനെ കുറിച്ച് കേൾക്കുന്നതും ഓൺലൈനായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നതും. കോളേജിൻ്റെ സെക്കൻഡ് ഇയറിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് UPSC എക്സാമിനെ കുറിച്ചുണ്ടായിരുന്ന ഒരു ഐഡിയ PSC എക്സാം പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള കുറേ GK കാണാതെ പഠിക്കുന്ന ഒരു എക്സാം ആണെന്നാണ് ഞാൻ UPSCയെ കുറിച്ച് കരുതിയിരുന്നത്. ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്ത ശേഷമാണ് വീക്കെൻഡ്സിൽ എല്ലാ ക്ലാസ്സസും ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതും ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊരു ഐഡിയ എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ശൈലേഷ് സാറിൻ്റെ പൊളിറ്റി ക്ലാസ്സസ് ആണെങ്കിലും നന്ദഗോപൻ സാറിൻ്റെ ജോഗ്രഫി ക്ലാസ്സസ് ആണെങ്കിലും ഒക്കെ ആ സബ്ജക്റ്റിൻ്റെ ബേസ് സെറ്റ് ചെയ്യാനായിട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെറിൻ സാറായിരുന്നു ഈ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാർ എല്ലാ വീക്കും വന്ന് നമ്മുടെ നീഡ്സ് എന്താണെന്ന് ചോദിച്ച് അതിനനുസരിച്ച് ക്ലാസ് മുന്നോട്ട് പോയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് NCERT ടെസ്റ്റ് ഇതിൻ്റെ പാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 വീക്കിൽ റിലാക്സ്ഡ് ആയിട്ട് നമുക്കൊരു NCERT വായിച്ച് അതിൻ്റെ ടെസ്റ്റ് സൺഡേ എടുക്കുമ്പോൾ NCERT കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിക്കാനും NCERT ആണ് ഈ UPSC എക്സാമിൻ്റെ ബേസ് എന്ന് മനസ്സിലാക്കാനും ഈ ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്തു. അതുമാത്രമല്ല വീക്കെൻഡിലായിരുന്നു ക്ലാസ്സസ് ഉണ്ടായിരുന്നത്. അപ്പോൾ കോളേജ് സ്റ്റഡീസിനെ ബാധിക്കാതെ തന്നെ ആഴ്ചയിലൊരു 3 hours UPSCയും കൂടെ ഒന്ന് കവർ ചെയ്യാനും ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഈ ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്തു. ഈ ക്ലാസ്സസിൽ നിന്ന് ലഭിച്ച കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ കണ്ടന്റിനേക്കാൾ ഉപരിയായിട്ട് ഒരു വേൾഡിനെ കുറിച്ചുള്ളൊരു പെർസ്പെക്റ്റീവ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാനായിട്ട് തന്നെ ഈ ക്ലാസ് ഹെൽപ്പ് ചെയ്തു. കാരണം നമ്മൾ കുറച്ചും കൂടെ നോളജബിൾ ആവുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വേറൊരു പെർസ്പെക്റ്റീവിലും കൂടെ നോക്കി കാണാൻ എന്നെ ഈ ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്തു. അതുപോലെ എൻ്റെ ന്യൂസ് പേപ്പർ റീഡിങ്, അതിന് മുമ്പ് എനിക്ക് ഹിന്ദു വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടത് എന്നുള്ള ക്ലാസ്സസും ഒക്കെ പ്രോപ്പറായിട്ട് ന്യൂസ് പേപ്പർ എഫക്റ്റീവായിട്ട് വായിക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഈ ക്ലാസ്സസിൽ നിന്ന് കിട്ടിയ ഒരു ഫൗണ്ടേഷൻ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നീട് ഫോർച്യൂണിൽ തന്നെ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിന് ജോയിൻ ചെയ്തത്, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതും. അങ്ങനെ എനിക്ക് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയത്. ഞാനിപ്പോൾ കോളേജസിലൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള ആസ്പിറൻസിനെ കാണാറുണ്ട്. UPSC തന്നെ ഡ്രീമായിട്ട് പെർസ്യൂ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ക്ലാസ്സസിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാനും സബ്ജക്ട്സിൻ്റെ ബേസ് മനസ്സിലാക്കാനും ഒക്കെ ഈ ക്ലാസ്സസ് റിയലി ഹെൽപ്പ് ചെയ്യും. നമുക്ക് പിന്നീട് PCM ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഫുൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എഡ്ജ് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഇസ് വെരി കൺഫ്യൂസ്ഡ്, ലൈക്ക് ഇത് UPSC പെർസ്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങളെ ഒരു ഇൻഫോംഡ് ചോയ്സ് എടുക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന് മനസ്സിലാക്കി ഒരു ചോയ്സ് എടുക്കാനായിട്ട് ഈ ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്യും. Fortune IAS Academy, more than just an academy.